വയനാട് മേപ്പാടിയിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട അറുമുഖന്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് കൈമാറി. എരുമക്കൊല്ലിയിലെ ആനയെ കാട്ടിലേക്ക് തുരത്താനും സാധിച്ചില്ലെങ്കിൽ മയക്കുവെടിവെച്ച് പിടികൂടാനും ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ ഉത്തരവിട്ടു. കാട്ടാനയെ തുരത്താൻ മുത്തങ്ങ ആനപ്പന്തിയിൽ നിന്നും ഉണ്ണികൃഷ്ണൻ, ഭരത് എന്നീ കുങ്കിയാനകളെ എരുമക്കൊല്ലിയിൽ എത്തിച്ചു. എം കമൽ നൽകും വിവരങ്ങൾ. കമൽ, ആനയെ മയക്കുവെടിവെക്കാൻ തന്നെയാണോ നീക്കം? പ്രജീഷ്, അതിന് പ്രായോഗികമായ ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്. കാരണം വളരെ ദുർഘടമായൊരു ഭൂപ്രദേശം, ചെമ്പ്രമലയുടെ താഴ്വരയിൽ കുന്നും മലകളും നിറഞ്ഞ പ്രദേശം. അവിടെ ഇടവിട്ടിടവിട്ട വനമുണ്ട്. അതിനിടയിൽ തേയില എസ്റ്റേറ്റുകളും കാപ്പിത്തോട്ടങ്ങളും ജനവാസ കേന്ദ്രങ്ങളുമുണ്ട്. മാത്രമല്ല, ഇന്നലെ രാത്രി നടന്ന സംഭവം, ഈ അറുമുഖനെ ആക്രമിച്ച കാട്ടാനയെ ഐഡൻറ്റിഫൈ ചെയ്യേണ്ടതുണ്ട്. അത്തരത്തിൽ വളരെ ബുദ്ധിമുട്ടേറിയ ഒരു കാര്യമാണ്. പക്ഷേ എന്തായാലും ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ ഉത്തരവ് നൽകിക്കഴിഞ്ഞു. ആദ്യഘട്ടത്തിൽ ഈ കാട്ടാന കൂട്ടത്തെ തുരത്താനാണ് ശ്രമിക്കുക. അതിനാണ് കുങ്കിയാനകളെ എത്തിച്ചിരിക്കുന്നത്. ഉണ്ണികൃഷ്ണൻ എന്ന കുങ്കിയാനയാണ് ഇപ്പോൾ ഇവിടെ തളച്ചിരിക്കുന്നത്. ഭരത് എന്ന കുങ്കിയാന കൂടി ഈ ദൗത്യത്തിൽ പങ്കാളിയാകും. ഡോക്ടർ അജേഷ് മോഹൻദാസിൻ്റെ നേതൃത്വത്തിൽ സുൽത്താൻ ബത്തേരിയിൽ നിന്നുള്ള ദൗത്യ സംഘം സ്ഥലത്ത് ക്യാമ്പ് ചെയ്യുന്നുണ്ട്. ആദ്യഘട്ടത്തിൽ എന്തായാലും ഈ സ്ഥിരമായി നാട്ടിലിറങ്ങുന്ന ആനകളെ വനത്തിലേക്ക് തുരത്താനുള്ള ശ്രമമാണ് വനം വകുപ്പ് നടത്തുക. ഇന്നലെ രാത്രി 8 മണിയോടെയാണ് വീട്ടിലേക്ക് നടന്നു പോകുമ്പോൾ ഈ വനത്തോട് ചേർന്നുള്ള തേയിലത്തോട്ടത്തിൽ വെച്ച് അറുമുഖനെ കാട്ടാന കൊലപ്പെടുത്തിയത്. രാത്രി വലിയ പ്രതിഷേധമാണ് അരങ്ങേറിയത്. മയക്കുവെടി വെച്ച് പിടികൂടണം എന്നതായിരുന്നു നാട്ടുകാരുടെ പ്രധാന ആവശ്യം. സംസ്കാരത്തിന് മുൻപ് ആ ഉത്തരവ് ഇറങ്ങണമെന്നും ആവശ്യപ്പെട്ടു. അതനുസരിച്ച് തന്നെ വനം വകുപ്പ് വളരെ പെട്ടെന്ന് തന്നെ ആ ഉത്തരവ് ഇറക്കി. അതുകൊണ്ട് ഇന്ന് പ്രത്യേകിച്ച് പ്രതിഷേധങ്ങളൊന്നും ഉണ്ടായില്ല. മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം കുടുംബത്തിന് വിട്ടു നൽകിയിട്ടുണ്ട്. ഒരു മകൻ കൂടി തമിഴ്നാട്ടിൽ നിന്ന് എത്തിയാൽ സംസ്കാരം നടക്കും. അദ്ദേഹം തമിഴ്നാട് സ്വദേശിയാണ്. 10-60 വർഷമായി ഇവിടെ താമസിക്കുന്ന ആളാണ്. എന്തായാലും അടുത്ത ദൗത്യം വനം വകുപ്പിനെ സംബന്ധിച്ച് ഈ ആനയെ നാട്ടുകാർക്ക് സുരക്ഷ ഒരുക്കാനായി ഈ ആനക്കൂട്ടത്തെ കാട്ടിലേക്ക് കയറ്റുകയോ മയക്കുവെടി വെക്കുകയോ ചെയ്യുക എന്നുള്ളതാണ്.